4ാം ക്ലാസ്സിലെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഒന്നാമത്തെ ചോദ്യം, ഗതിവിധി 1 കൽ ആപ്കാ ദോസ്ത് കാ ജന്മദിൻ ഹെ ഏക് ബധായി കാർഡ് തയ്യാർ കരേം. കൽ നാളെ നിങ്ങളുടെ സുഹൃത്തിൻ്റെ ജന്മദിനമാണ്, അതിനൊരു ഗ്രീറ്റിംഗ് കാർഡ് തയ്യാറാക്കാനുള്ള ചോദ്യമാണ് ഒന്നാമത്തെ. ബധായി കാർഡ് തയ്യാറാക്കുമ്പോൾ സംബോധനം സന്ദേശവാക്യം അപ്നാ നാമം വേണം. സംബോധന വെച്ചാൽ ആർക്കാണോ, ഏത് സുഹൃത്തിനാണോ കൊടുക്കുന്നത് അവരുടെ പേര് എഴുതുക. പ്രിയ സീന, ഇവിടെ ഇപ്പോൾ സീനയുടെ ബർത്ത്ഡേ ആണ്, അപ്പോൾ സീനയുടെ പേര് എഴുതിയിട്ടുണ്ട്, പ്രിയ സീന. സന്ദേശവാക്യ ജന്മദിൻ കി ബധായി, ജന്മദിനാശംസകൾ എഴുതി. പിന്നെ ആരാണ് അയക്കുന്നത്, തുമാരി സഹേലി അനു ആണ് അയക്കുന്നത്, അനുവിൻ്റെ പേരും എഴുതിയിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ ബധായി കാർഡിൽ വേണം. പിന്നെ ചിത്രം നിങ്ങൾക്ക് ചേർക്കാം, ആകർഷകവുമാക്കാം ബധായി കാർഡ്. കൂടുതൽ ബധായി കാർഡിൻ്റെ വേറൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, ആവശ്യമുള്ളവർക്ക് അത് പോയിട്ട് നോക്കാവുന്നതാണ്. രണ്ടാമത്തെ ചോദ്യം, ഗതിവിധി 2 ഗുഡ്ഡു കി ഡയറി ലഗി. ഗുഡ്ഡുവിൻ്റെ ഡയറി എഴുതാനുള്ള ചോദ്യമാണ്. അതിന് കുറച്ച് ഹിൻസ് കൊടുത്തിട്ടുണ്ട്. പത്തേ കി നാവ് തൈറാനെ കി കോശിഷ്, ചീണ്ട കേഞ്ചുവ ലാൽ കാല കീട, മേढक को पकड़ना, चांदनी का पेड़, गोकुल गाय, मैचिस की डिब्बी, कीचड़ में गिरना, दोस्ती का मज़ेदार അനുഭവം. ഇത്രയും ഹിൻസ്. ഡയറി എഴുതുമ്പോൾ ഡേറ്റ് വേണം. ഇവിടെ ഡേറ്റ് എഴുതിയിട്ടുണ്ട് 11/12/2023 എന്നാണ് എഴുതിയിരിക്കുന്നത്. രവിവാറാണ്. 11 दिसंबर 2023 रविवार. आज बारिश के बाद मैं और गुडली खेलने के लिए बरसाती नाले में चले गए. ഇന്ന് മഴയ്ക്ക് ശേഷം ഞാനും ഗുഡലിയും കൂടിയിട്ട് തോട്ടിൽ കളിക്കാൻ പോയി. ഹം ദോനോംനെ മിൽക്കർ, ഞങ്ങൾ രണ്ടുപേരും ചേർന്ന്. ഏക്ക് പത്തേക്ക് നാവ് തയ്യാറാക്കി, ഒരു ഇലത്തോണി തയ്യാറാക്കി. നാവ് മേൻ, ആ തോണിയിൽ കേഞ്ചുവ ചീണ്ടി ലാൽക്കാലെ കീടെ ഓർ മേടക്കോ ബിട്ടായ, മണ്ണിരേനെയും ഉറുമ്പിനെയും ലാൽക്കാല കീടേനെയും തവളേനെയൊക്കെ ഞങ്ങളതിൽ വെച്ചു. ഹംനെ നാവ് കോ പാനി മേ ചോട് ദിയ, തോണി വെള്ളത്തിലേക്ക് വിട്ടു. കിത്തന മസാദ, എന്ത് രസമായിരുന്നു. അചാനക് മേഡക് നെ പാനി മേ ചലാങ് ലഗാതി, പെട്ടെന്ന് തവള വെള്ളത്തിലേക്ക് കുതിച്ച് ചാടി. നാവ് പലട്ട് ഗയി, തോണി മറിഞ്ഞു. ഹം ദോനോ ബഹുത് ദുഃഖി ഹുയെ, ഞങ്ങൾക്ക് വളരെ സങ്കടമായി. ലാൽ കീടേ കോ ഗുഡലീനെ ബചായ, ലാൽ കീടേനെ ഗുഡലി രക്ഷിച്ചു. ബാക്കി സബ് സുരക്ഷിത്, ബാക്കി എല്ലാവരും സുരക്ഷിതരായിരുന്നു. തബ് ചാന്ദിനി കെ പേട് കെ നീച്ചെ, അപ്പോൾ ആ നമ്പ്യാർവട്ടത്തിൻ്റെ മരത്തിന് താഴെ ഏക്ക് ഗോകുൽ ഗയ്യാക്ക ഉദയ്ക്ക, ഒരു ഗോകുൽ ഗയ്യേനെ കണ്ടു. ഗുഡലി ബി ഉസേ ദേഖ്നെ വഹാമായി, ഗുഡലി അവിടെ അതിനെ കാണാൻ വന്നു. മേനെ പേട് കോ ഹിലായ, ഞാൻ മരം കുലുക്കി. ബേചാരി ഗുഡലി തർബതർ ഹോ ഗയി, പാവം ഗുഡലി ആകെ നനഞ്ഞുപോയി. മേ ഹസ്കർ ഭാഗ, ഞാൻ ചിരിച്ചിട്ട് ഓടി. വഹ് ചില്ലാക്കർ മേരെ പീച്ചെ ഭാഗി, അവളും എൻ്റെ പിന്നാലെ ചിരിച്ചിട്ട് ഓടി. ഭാഗ് ദൗഡ് മേ, ഈ ഓട്ടത്തിനിടയിൽ. मैं कीचड़ में गिर गया, ഞാൻ ചെളിയിൽ വീണു. ലേക്കിൻ മുझे रोने के बदले हंसी आ रही थी, പക്ഷെ എനിക്ക് കരച്ചിലിന് പകരം ചിരിയാണ് വന്നത്. ഗുഡലി ബി ഗുസ്സ ചോട് കെ മേരെ സാമനെ ഗഡേ ഹോക്കർ ഹസ് രഹി थी, ഗുഡലിയും ദേഷ്യം കളഞ്ഞിട്ട് എൻ്റെ മുന്നിൽ നിന്ന് ചിരിക്കുകയായിരുന്നു. ദോസ്തി കി ഹസി കിത്തനി മസേദാർ ഹെ, ഫ്രണ്ട്ഷിപ്പിൻ്റെ ചിരി എത്ര രസകരമാണ്. യഹ് ദോസ്തി ഹം കബി നഹി ചോടെങ്കെ, ഈ ഫ്രണ്ട്ഷിപ്പ് ഞങ്ങൾ ഒരിക്കലും വിടില്ല. ഇത്രയാണ് ഗുഡുവിൻ്റെ ഡയറി. അടുത്ത ആക്ടിവിറ്റി, ഗതിവിധി 3 സഹി മിലാൻ കീജിയെ, ശരിയായത് യോജിപ്പിക്കുകയാണ്. കുറച്ച് വാക്കുകളുണ്ട്, അതിൻ്റെ സമാനാർത്ഥ വാലേ ശബ്ദമാണ് അപ്പുറത്തെ സൈഡിൽ കിടക്കുന്നത്. അത് ശരിയായത് യോജിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അമൽതാസ് ഉണ്ട്, ഹാമി ഉണ്ട്, ചില്ലാപ്പോം, ചലാങ് ലഗാന, ഇക്കട്ട കർണ, ജഡ് സെ, തർബത്തർ, സരോബോർ, ആഹിസ്ത, ഇത്രയും വാക്കുകൾ ഒരു സൈഡിലുണ്ട്. ഇനി അപ്പുറത്തെ സൈഡിലുള്ളത് പൂരാ ഭീഗാ ഹുവ, ജൽദി സെ, കർണികാർ, ഷോർഗുൽ, ഭീഗാ ഹുവ, ധീരെ, ഏകത്രിത് കർണ, ബൽപൂർവക്, സ്വീകൃതി, ഇത്രയും അപ്പുറത്തെ സൈഡിൽ കിടക്കുന്നുണ്ട്. ശരിയായത് യോജിപ്പിക്കാനാണ് പറയുന്നത്. ഉത്തരം നോക്കാം. അമൽതാസ് കർണികാർ, കണിക്കൊന്നയാണ്. ഹാമി സ്വീകൃതി, ചില്ലാപ്പം ഷോർഗുൽ, ബഹളമാണ്. ചലാങ് ലഗാന എന്ന് വെച്ചാൽ കുതക്ന, കുതിച്ച് ചാടുക. ഇക്കട്ട കർണ എന്ന് വെച്ചാൽ ഏകത്രിത് കർണ, ശേഖരിക്കുക, കളക്ട് ചെയ്യുക എന്നാണ് അർത്ഥം. ജഡ് സെ, ജൽദി സെ. തർബത്തർ എന്ന് വെച്ചാൽ ഭീഗാ ഹുവ. സരോബോർ എന്ന് വെച്ചാൽ പൂരാ ഭീഗാ ഹുവ. തർബത്തർ നനഞ്ഞ എന്നർത്ഥമുണ്ട്, സരോബോർ എന്ന് വെച്ചാൽ മുഴുവൻ നനഞ്ഞ. ആഹിസ്ത ധീരെ, പതുക്കെ. ജബർദസ്തി എന്ന് വെച്ചാൽ ബൽപൂർവക്, ബലം പ്രയോഗിച്ച്. ഇതാണ് ഇതിൻ്റെ ശരിയായ അർത്ഥങ്ങൾ. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആകെ 3 പ്രവർത്തനങ്ങളാണുള്ളത്. ഓരോന്നിനും 5 മാർക്ക് വീതം, 15ലാണ് ആകെ മാർക്ക് വരുന്നത്.